ഏവർക്കും ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിൽ ഇന്ത്യ കൾച്ചറൽ മൊമെൻറ്റ്സ് എന്ന പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആൻസറാണ് നോക്കുന്നത്. ടീച്ചർ എടുത്ത വരെയുള്ള ക്വസ്റ്റ്യൻ ആൻസറാണ് തന്നിരിക്കുന്നത്. നോക്കാം. ദ എബോവ് വേഴ്സ് ഈസ് പെരുമാൾ തിരുമൊഴി റിട്ടൺ ബൈ കുലശേഖര ആൾവാർ, ഭക്ത പോയറ്റ് ഹു ലിവ്ഡ് ഇൻ കേരള ഇൻ 19th century. വാട്ട് ഈസ് ദ തീം ബിഹൈൻഡ് ദിസ് ലൈൻ? എന്താണ്? 9ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന കുലശേഖര ആൾവാർ എന്ന ഭക്തകവി രചിച്ച പെരുമാൾ തിരുമൊഴി എന്ന കൃതിയിലെ ഒരു ഭാഗമാണ് പാഠഭാഗത്ത് നൽകിയിരിക്കുന്നത്. ഈ വരികളിലൂടെ നിങ്ങൾക്ക് എന്താശയമാണ് ലഭിക്കുന്നതെന്ന്. ഓക്കെ, എന്നാൽ ദീസ് ലൈൻ ഇൻഡിക്കേറ്റഡ് ദ സുപ്രീം ഡിവോഷൻ ഓഫ് ദി കുലശേഖര ആൾവാർ. എന്താണ്? കുലശേഖര ആൾവാറുടെ പരമമായ ഭക്തിയാണ് ഈ വരികളിൽ സൂചിപ്പിക്കുന്നത്. പിന്നെ ദ ലിറിക്സ് അബൌട്ട് ദാറ്റ് സെൽഫ് സറണ്ടർ ടു ദ ബിലീവ്ഡ് ഡെയിറ്റി. എന്താണ്? തൻ്റെ ഈ വരികൾ ഇഷ്ടദൈവത്തോടുള്ള ഒരു സമർപ്പണമാണ്. ഓക്കെ, ദ ട്രൂ ഡിവോഷൻ ആൻഡ് ലവ് ആൻഡ് ദ ലോഡ് ഈസ് റിവീൽഡ് ത്രൂ ദ പ്രയറിംഗ് ഇഫ് ഹീ ഷുഡ് ബി റീബോൺ ആസ് എ ഡോവ് ഓൺ ദ തിരുവങ്കിട ഹിൽ ഓർ എ ഫിഷ് in its found a ചെമ്പക flower or pillar on the hill as a step at the door of the temple. എന്താണ്? ഇത് ഭഗവാനോടുള്ള ഒരു യഥാർത്ഥ ഭക്തിയും സ്നേഹവും വെളിവാക്കുന്നു. കാര്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാനൊരു പ്രാവായിരുന്നെങ്കിൽ, ആ കുളത്തിലെ മീനായിരുന്നെങ്കിൽ, പിന്നെ ചെമ്പക മലരായിരുന്നെങ്കിൽ, പിന്നെ ദേവാലയത്തിൽ ഭക്തന്മാർ ചവിട്ടി വരുന്ന പടിയായിരുന്നെങ്കിൽ എന്നൊക്കെയാണ് പറയണത്. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് എ ഭക്തി മൊമെൻറ്റ്? എന്താണ് ഭക്തി മൊമെൻറ്റ്? എന്താ ഭക്തി മൊമെൻറ്റ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്താണെന്ന്? ഭക്തി ഈസ് ദ ടോട്ടൽ സബ്മിഷൻ ഓഫ് ദി വൺ ലൈഫ് ഗോഡ്. ദ ഐഡിയ ആൻഡ് ആക്ടിവിറ്റീസ് ദാറ്റ് അറൈസ്ഡ് ഔട്ട് ഓഫ് ഭക്തി ആർ നോൺ ആസ് ഭക്തി മൊമെൻറ്റ്. എന്താണ്? ദൈവത്തിന് സമ്പൂർണ്ണമായി ജീവിതം സ്വയം അർപ്പിക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഭക്തിയെ അടിസ്ഥാനമാക്കി ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഭക്തി പ്രസ്ഥാനം. ഓക്കെ, ഹൂ വേർ നോൺ ആസ് ആൾവാർ ആൻഡ് നയനാസ്. എന്താണ്? ആരാണ് ആൾവാന്മാരും നയനാർമാരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ഭക്ത പോയറ്റ് ഹു ലിവ്ഡ് ഇൻ സൗത്ത് ഇന്ത്യ കമ്പോസ്ഡ് ഹൈമൻസ് ആൻഡ് ഡിവോഷണൽ സോങ് ദാറ്റ് എക്സ്പ്രസ്ഡ് അൺവിയറിംഗ് ഡിവോഷൻ ടു ദയർ ഫേവറേറ്റ് ഡയറ്റി. എന്താണ്? ഇഷ്ടദൈവത്തോടുള്ള ഭക്തിയെ സൂചിപ്പിക്കുന്ന ഗീതങ്ങളും കീർത്തനങ്ങളും രചിച്ചിരുന്ന കവികൾ ദക്ഷിണേന്ത്യയിൽ ജീവിച്ചിരുന്നു. എന്താണ്? ദ ഭക്ത പോയറ്റ് വേർ ഡിവോട്ടി ഓഫ് വിഷ്ണു നോൺ ആസ് ആൾവാർ. എന്താണ്? വിഷ്ണു ഭക്തരായ ആൾവാന്മാരും ദ ഡിവോട്ടി ഓഫ് ശിവ നോൺ ആസ് നയനാസ്. എന്താണ്? ശിവഭക്തരായ നയനാന്മാരും. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഭക്തി മൊമെൻറ്റ് ദാറ്റ് എക്സിസ്റ്റഡ് ബിറ്റ്വീൻ ദ 17th and 12th century. എന്താണ്? 7, 12 സെഞ്ചുറികളിൽ നിലനിന്നിരുന്ന ഭക്തി പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകളാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെ സവിശേഷതകളാണ്? എന്താണ്? കോമ്പോസിഷൻ ആൻഡ് സിംഗിങ് ദ ഡിവോഷൻ സോങ് ഇൻ ദ വെർണാങ്കുലർ ലാംഗ്വേജ്. അല്ലേ? പ്രാദേശിക ഭാഷയിൽ കീർത്തനങ്ങളും രചനകളും നടത്തി. പിന്നെന്താണ്? ഡീപ്പ് ഡിവോഷൻ ടു ദ ബിലീവ്ഡ് ഡയറ്റി. എന്താണ്? ഒരു ദൈവത്തോടുള്ള സ്നേഹവും അർപ്പണവും. അല്ലേ? പിന്നെ അടുത്തത് ലവ് ആൻഡ് സബ്മിഷൻ ഓഫ് ഗോഡ്. എന്താണ്? ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധന. പിന്നെ ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് ദി വുമൺ. സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം. ആക്സസ് ടു ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്. എന്താണ്? ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം. ഓക്കെ, മനസ്സിലായല്ലോ? അടുത്തത് make a note on the changes that South Indian Bhakti movement brought about in the social system. എന്താണ്? ദക്ഷിണേന്ത്യയിൽ ഭക്തി പ്രസ്ഥാനം സാമൂഹ്യ വ്യവസ്ഥയിൽ എന്തെല്ലാം മാറ്റങ്ങളുണ്ടാക്കി? കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. ഭക്തി മൊമെൻറ്റ് എമർജ്ഡ് ആസ് എ പോപ്പുലർ മൊമെൻറ്റ് ഇൻ തമിഴ്നാട്. എന്താണ്? തമിഴ്നാട്ടിലാണ് ഭക്തി പ്രസ്ഥാനം രൂപം കൊണ്ടത്. ആൾവാർ ആൻഡ് നയനാർ ട്രാവൽഡ് ഫ്രം പ്ലേസ് ടു പ്ലേസ് സിംഗിങ് ഡിവോഷണൽ സോങ് ഇൻ വെർണാങ്കുലർ ലാംഗ്വേജ് വിച്ച് ഹെൽപ്ഡ് ടു സ്പ്രെഡിങ് ഡിവോഷൻ എമംഗ് ദ പീപ്പിൾ. എന്താണ്? ആൾവാർമാരും നയനാർമാരും വെർണാങ്കുലർ ലാംഗ്വേജിൽ ഭക്തിഗാനങ്ങൾ ആലപിച്ച് ദേശം മുഴുവൻ നടന്നു. അപ്പോൾ ജനങ്ങൾക്കിടയിൽ ഭക്തി പ്രചരിച്ചു. ഓക്കെ, ദ കമ്പോസിഷൻ ഓഫ് ദി ഭക്ത പോയറ്റ് had a great impact on the common people when the evil practice and inequality were dominant. പിന്നെ അനാചാരങ്ങളും അസമത്വങ്ങളും ശക്തമായിരുന്ന ആ കാലത്ത് ഭക്തകവികളുടെ രചനകൾ സാധാരണക്കാരിൽ ഏറെ സ്വാധീനിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ,
പിന്നെ എന്താണ് ദ മീനിങ്ലെസ് കസ്റ്റമറി പ്രാക്ടീസ് ദാറ്റ് പ്രിവീൽഡ് ഇൻ ദ സൊസൈറ്റി ആർ ക്വസ്റ്റ്യൻഡ്. എന്താണ് സമൂഹത്തിൽ നിലനിന്നിരുന്ന അർത്ഥശൂന്യമായ ആചാരങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ആൻഡ് ഓൾ സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റി വെർ അട്രാക്റ്റഡ് ടു ദ ഭക്തി മൊമെൻറ്റ്. എന്താണ് ജാതി ഭേദമന്യേ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഭക്തി പ്രസ്ഥാനത്തിലേക്ക് വന്നു തുടങ്ങി. ഓക്കെ, ദ റൈറ്റിംഗ് ഓഫ് ദ ആൾവാസ് ആൻഡ് നയനാസ് പോപ്പുലറൈസ്ഡ് ഇൻ ഹിന്ദുസം. എന്താണ് ആൾവാന്മാരും നയനാർമാരും ഹിന്ദുമതം ജനകീയമാക്കി മാറ്റി. ഓക്കെ, അടുത്തത് ദ റൈറ്റിംഗ് ഓഫ് ദ ആൾവാർ നോൺ ആസ് ഡാഷ്. എന്താണ് ആൾവാർമാരുടെ രചനകളെ എന്ത് അറിയപ്പെട്ടു? 4000 ദിവ്യപ്രബന്ധം. ഓക്കെ, ഇനി ദ റൈറ്റിംഗ് ഓഫ് ദി നയനാസ് നോൺ ആസ് ആരാണ്? നയനാന്മാരുടെ രചനകൾ എന്തായിട്ട് അറിയപ്പെട്ടു? തിരുമുറൈകൾ. ഓക്കെ, പ്രോമിനൻറ്റ് പോയറ്റ് ഓഫ് ഭക്തി മൊമെൻറ്റ്സ്. എന്താണ് ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാന കവികൾ ഏതാണ്? വിഷ്ണു ഭക്തന്മാർ ആരൊക്കെയാണ്? ആൾവാർമാർ ആരൊക്കെയാണ്? നോക്കൂ, ആൾവാർമാർ കുലശേഖര ആൾവാർ, പെരിയ ആൾവാർ, നമ്മാൾവാർ, ആണ്ടാൾ. ഓക്കെ, ഇനി ഡിവോട്ടി ഓഫ് ശിവ ആരൊക്കെയാണ്? കാരയ്ക്കൽ അമ്മയാർ, അപ്പർ, സമ്പന്തർ, സുന്ദർ, മാണിക്യവാസങ്കർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നോട്ട് ഓഫ് അനുഭവ മണ്ഡപം. അനുഭവ മണ്ഡപത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ. ഓക്കെ, അനുഭവ മണ്ഡപം വാസ് എൻ സ്പിരിച്വൽ ഫോറം ഫൗണ്ടഡ് ബൈ ബസവണ്ണ ഇൻ 12th century. എന്താണ് അനുഭവ മണ്ഡപം 12ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ഒരു ചർച്ചാവേദിയാണ്. അല്ലമ്മ പ്രഭു ആൻഡ് അക്കമ്മ മഹാദേവി ലീഡ് ദ ഡിസ്കഷൻ ഓൺ ദ അനുഭവ മണ്ഡപം. എന്താണ് അല്ലമ്മ പ്രഭു, അക്കമ്മ ദേവി എന്നിവർ അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നു. എവരിവൺ ആസ് അലൗഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡിസ്കഷൻ ഇറസ്പെക്റ്റീവ് കാസ്റ്റ് ആൻഡ് ജെൻഡർ. എന്താണ് ജാതി ലിംഗ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ചർച്ചയിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചിരുന്നു. പീപ്പിൾ യൂസ്ഡ് ടു കം എ അനുഭവ മണ്ഡപം ഫോർ എ സ്പിരിച്വൽ ഡിസ്കഷൻ റിന്യൂവൽ ഓഫ് നോളജ്. എന്നാൽ ആത്മീയ ചർച്ചകൾക്കും അറിവ് പുതുക്കലിനുമായിട്ടാണ് ജനങ്ങൾ അനുഭവ മണ്ഡലത്തിൽ എത്തിയത്. പിന്നെന്താ മണ്ഡപത്തിലെത്തിയത്? ദ ഐഡിയ ദാറ്റ് എമർജ്ഡ് ഇൻ ദ ഡിസ്കഷൻ എവരിവെയർ കൺവീൽഡ് ടു ദ പീപ്പിൾ ദ നെയിം ഓഫ് ദി വചനാസ്. എന്താണ് ചർച്ചയിൽ ഉയർന്നു വരുന്ന ആശയങ്ങളെ വചനങ്ങൾ എന്ന പേരിൽ ജനങ്ങളിലേക്ക് പകർന്നു നൽകി. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ലിസ്റ്റ് ഔട്ട് ദി കീ ഫീച്ചേഴ്സ് ഓഫ് ദി സോഷ്യൽ കണ്ടീഷൻ ഡ്യൂറിങ് ദ പീരിയഡ്. എന്താണ് ഇതിൽ നിന്ന് അക്കാലത്ത് സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്താണ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എക്സിസ്റ്റഡ്, ചൈൽഡ് മാരേജ് എക്സിസ്റ്റഡ്, എന്താണ് സൂപ്പർസിറ്റീഷൻസ് എക്സിസ്റ്റഡ്. എന്താണ് ജാതീയമായ വിവേചനങ്ങൾ നിലനിന്നിരുന്നു, ശൈശവ വിവാഹം നിലനിന്നിരുന്നു, അന്ധവിശ്വാസങ്ങൾ നിലനിന്നിരുന്നു. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്തത്, ഹൂ വാസ് ദ ഫിലോസഫർ ആൻഡ് സോഷ്യൽ റിഫോമർ ആൻഡ് ദ പോയറ്റ് ഹൂ ലീവ്ഡ് ഇൻ കന്നഡ ദേശ ഇൻ 12th century? ബസവണ്ണ. ഓക്കെ, വിച്ച് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ് വാസ് ഫൗണ്ടഡ് ബൈ ബസവണ്ണ? ബസവണ്ണ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? എന്താണ് വീരശൈവ പ്രസ്ഥാനം അല്ലേ? ഓക്കെ, വാട്ട് ഈസ് ദ മെയിൻ ഐഡിയ ഓഫ് വീരശൈവ മൂവ്മെൻറ്റ്സ്? ഫ്രീഡം, ഇക്വാലിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. ഓക്കെ, റൈറ്റ് ആൻഡ് മേജർ ആക്ടിവിറ്റീസ് ഓഫ് ദി വീരശൈവ മൂവ്മെൻറ്റ്സ്. എന്താണ് വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമായിരുന്നു? ഓക്കെ, നോക്കുക. എന്താണ് ബ്രാഹ്മണിക്കൽ സുപ്രമസി ആൻഡ് ദ ഒതൻസിറ്റി ഓഫ് ദി വേദാസ് വെർ ക്വസ്റ്റ്യൻഡ്. എന്താണ് ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാമാണികതയെയും ചോദ്യം ചെയ്തു. പിന്നെ അടുത്തെന്താ പീപ്പിൾ വെർ എഡ്യൂക്കേറ്റഡ് ആൻഡ് എഗെയിൻസ്റ്റ് ദ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് ദ വുമൺ അല്ലേ? ജാതി വിവേചനത്തിനും സ്ത്രീ വിവേചനത്തിനുമെതിരെ ജനങ്ങൾ ബോധവൽക്കരിച്ചു. പിന്നെ എന്താണ് മോണോദിസം ഓഫ് ദി എൻകറേജ്ഡ് അല്ലേ? ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു. കൺവീനിയൻസ് ടു ദ പീപ്പിൾ അബൌട്ട് ദ ഗ്രേറ്റ്നെസ് ഓഫ് വർക്ക് ആൻഡ് ലേബർ. എന്താണ് തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ദ ഓപ്പോസിറ്റ് ചൈൽഡ് മാരേജ് ആൻഡ് എൻകറേജ്ഡ് മാരേജ് ആഫ്റ്റർ ദ പബ്രിറ്റി ആൻഡ് വിഡോ മാരേജ് അല്ലേ? എന്താണ് ശൈശവ വിവാഹത്തെ എതിർക്കുകയും പ്രായപൂർത്തി വിവാഹം, വിധവ പുനർവിവാഹം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ വീരശൈവ മൂവ്മെൻറ്റ് ക്വസ്റ്റ്യൻഡ് ദ കാസ്റ്റ് സിസ്റ്റം ആൻഡ് ഇൻഇക്വാലിറ്റി ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ്
വീരശൈവ പ്രസ്ഥാനം ജാതി വ്യവസ്ഥയും അസമത്വവും ചോദ്യം ചെയ്തിരുന്നു. ഈ പ്രസ്താവന വിലയിരുത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? വീരശൈവ മൂവ്മെൻറ്റ് വാസ് എ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ് ഫൗണ്ടഡ് ബൈ ബസവണ്ണ ഇൻ 12th century. ബസവണ്ണ ഡിസൈഡഡ് ടു മേക്ക് ദ പീപ്പിൾ അവെയർ ഓഫ് സോഷ്യൽ ആൻഡ് റിലീജിയസ് ഡിസ്ക്രിമിനേഷൻ ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ സൊസൈറ്റി ദാറ്റ് ആൻഡ് വി ഓൾഡ് ടു ദ വൈപ്പ് ദം ഔട്ട്. എന്താ വെച്ചാൽ പറഞ്ഞതെന്ന് വെച്ചാൽ അത് പറഞ്ഞുതരാം. എന്താണ് 12ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ് വീരശൈവ പ്രസ്ഥാനം എന്ന് പറയാം. പിന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമൂഹ്യവും മതപരവുമായ വിവേചനങ്ങളെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ ബസവണ്ണ തീരുമാനിച്ചു. അവയെ തുടച്ചു നീക്കാനും പ്രയത്നിച്ചു. ഓക്കെ, ഇനി അടുത്തത് ബസവണ്ണ പുട്ട് ഫോർവേഡ് ടു വിഷൻ ബേസ്ഡ് ഫ്രീഡം, ഇക്വാലിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. എന്താണ് സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹ്യ നീതി എന്നിവയിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടാണ് ബസവണ്ണ മുന്നോട്ട് വെച്ചത് എന്നൊക്കെ പറയാം. ഓക്കെ, പിന്നെ തോട്ട് ദ വൈവാസ് വീരശൈവ മൂവ്മെൻറ്റ് ഫൗണ്ടഡ് ബൈ ദ കോർഡിനേറ്റഡ് ദീസ് ഐഡിയാസ്. എന്താണ് വീരശൈവ അടിസ്ഥാനത്തിൻ്റെ ആശയങ്ങളാണ് ഇതിൽ പ്രകോപിപ്പിച്ചതെന്നാണ് പറയുന്നത്. അപ്പം ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രാഹ്മണിക്കൽ സുപ്രമസി ആ പോയിന്റുകളൊക്കെ എഴുതാം. ഓക്കെ, നേരത്തെ പറഞ്ഞു അതുതന്നെയാണ് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്തത് കബീർ പ്രൊപ്പഗേറ്റഡ് ഹിസ് ഐഡിയ ത്രൂ സച്ച് ഹൈമൺസ് നോൺ ആസ് ഡാഷ്. എന്താണ് ദോഹ അല്ലേ? എന്താണ് കബീർ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച ഏത് കീർത്തനങ്ങളിലൂടെയാണ്? ദോഹകൾ. ഓക്കെ, ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഡിഡ് കബീർ ഐഡിയാസ് ഹെൽപ്പ് ടു പ്രൊമോട്ട് ഈക്വാലിറ്റി ആൻഡ് റിലീജിയസ് ഹാർമണി എമംഗ് ദ പീപ്പിൾ. ജനങ്ങൾക്കിടയിൽ അസമത്വ ചിന്തയും മതസൗഹാർദ്ദവും വളർത്താൻ കബീറിൻ്റെ ആശയങ്ങൾ എത്രത്തോളം സഹായിച്ചു എന്ന് പറയേണ്ടത്. കബീർ സ്റ്റുഡ് ഫോർ ഹിന്ദു മുസ്ലിം യൂണിറ്റി ആൻഡ് ദ ബ്രദർഹുഡ് അല്ലേ? എന്താണ് കബീർ ഹിന്ദു മുസ്ലിം ഐക്യത്തെ സാഹോദര്യത്തിനു വേണ്ടിയും നിലകൊണ്ടു. പിന്നെ ദ റിമൈൻഡ് ദാറ്റ് ദി ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ആർ ടു വിസിൽസ് മെയ്ഡ് ബൈ ദ സെയിം സോയിൽ. എന്താണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരേ മണ്ണിൽ നിർമ്മിച്ച 2 പാത്രങ്ങളാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പിന്നെ ഹി ആർഗ്യൂഡ് ദാറ്റ് ദ കാസ്റ്റ് സിസ്റ്റം, അൺടച്ചബിലിറ്റി, റിലീജിയസ് റിച്വൽസ്, പോസ്റ്റ് ഡെത്ത് റൈറ്റ്സ്, ഐഡിയൽ വർഷിപ്പ് എക്സെട്ര വേർ ദ മീനിങ്ലെസ് അല്ലേ? എന്താണ് മരണാനന്തര ചടങ്ങുകൾ, വിഗ്രഹാരാധന, മതപരമായ ആചാരങ്ങൾ, തൊട്ടുകൂടായ്മ, ജാതി വ്യവസ്ഥ എന്നിവയൊക്കെ അർത്ഥശൂന്യമാണെന്ന് അദ്ദേഹം വാദിച്ചു അല്ലേ? പിന്നെ കബീർ criticized all kinds of discriminations based on caste, religious, race, legacy, wealth, etc. അല്ലേ? എന്താണ് ജാതി, മതം, വംശം, പൈതൃകം, സമ്പത്ത് തുടങ്ങിയ എല്ലാത്തരം വിവേചനങ്ങളെയും കബീർ വിമർശിച്ചു അല്ലേ? കബീറിന് അതൊന്നും ഇഷ്ടമായിരുന്നില്ല. അടുത്തത് യു ഹാവ് റീഡ് ദ കബീർ ദോഹ അല്ലെ? കബീറിൻ്റെ ദോഹ നിങ്ങൾ വായിച്ചല്ലേ? ഇനി അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ഫൈൻഡിങ്സ് ആണ് നിങ്ങൾക്ക് മനസ്സിലായതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് പീപ്പിൾ കോൾ ഗോഡ് ബൈ ഡിഫറെൻറ്റ് നെയിംസ് അല്ലേ? ആളുകൾ ദൈവത്തെ പല പേരുകൾ വിളിക്കുന്നു. കബീർ മേഡ് എ പീപ്പിൾ തിങ്ക് അഗെയിൻസ്റ്റ് ദ സൂപ്പർ സിറ്റുവേഷൻസ്. എന്താണ് കബീറിൻ്റെ ജനങ്ങളെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ, ചിന്തകൾക്കുമെതിരെ പ്രോത്സാഹിപ്പിച്ചു. പിന്നെ എന്താണ് ഓൺലി ട്രീറ്റ്മെൻറ്റ് ക്യാൻ ഒക്കെയർ ദ ഡിസീസ്. എന്താണ് ഡിസീസിന് ട്രീറ്റ്മെൻറ്റ് മാത്രമേ പറ്റുള്ളൂ എന്ന് കബീർ പറഞ്ഞു അല്ലേ? ചികിത്സ ഭേദമാകാൻ രോഗം ഭേദമാകാൻ ചികിത്സയാണ് വേണ്ടതെന്ന് അദ്ദേഹം വാദിച്ചു അല്ലേ? പിന്നെ ഹി റിജക്റ്റഡ് ദ റിലീജിയസ് ട്രഡീഷൻ കംപ്ലീറ്റ്ലി. എന്താണ് മതപാരമ്പര്യങ്ങളെ അദ്ദേഹം പൂർണ്ണമായി നിരാകരിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ഹി കൺവീനിയൻസ് ദ പീപ്പിൾ അബൌട്ട് ദ ഗ്രേറ്റ്നെസ് ഓഫ് വർക്ക് ആൻഡ് ലേബർ അല്ലേ? തൊഴിലിൻ്റെ മഹത്വത്തെക്കുറിച്ച് ജനങ്ങളെ ഓർമ്മിപ്പിച്ചു അല്ലേ? തൊഴിലിൻ്റെ മഹത്വത്തെക്കുറിച്ച്. ഇനി അടുത്തത് കബീർ സ്റ്റുഡ് ഫോർ ഹിന്ദു മുസ്ലിം യൂണിറ്റി ആൻഡ് ബ്രദർഹുഡ് അല്ലേ? കബീർ ഹിന്ദു മുസ്ലിം ഐക്യത്തെയും സാഹോദര്യത്തിനു വേണ്ടിയും നിലകൊണ്ടു. ഓക്കെ, ഇത്രയുമാണ് ഞാൻ ക്ലാസ് എടുത്തത്. അതിൻ്റെ നോട്ട്സ് തന്നിട്ടുണ്ട്. ബാക്കി നോട്ട്സ് ഞാൻ തരുന്നതാണ്. ആ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ക്ലാസ് എല്ലാവരും പോയി കാണുക. ടീച്ചറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.